കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നല്ല കുട്ടിയാണ്ടാ. അവനെവിടെ? അപ്പോട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടമായ പെണ്ണിനാ? എനിക്കിഷ്ടായില്ല. ഇഷ്ടമായില്ലെന്നാ? ഇല്ല. അതെന്താ പുണ്യ? എനിക്ക് കല്യാണം വേണ്ട. അതന്നെ. അയ്യോ എന്താ ഈ പറയണേ? ഇവന് അവിടെ വെച്ച് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്താ അമ്മ വേണ്ടത്? എന്താണ് ചേട്ടാ? അതന്നെ വണ്ടി ഇരിക്കുന്ന സമയത്ത് ഒന്നും ചോദിച്ചിട്ട് മിണ്ടാത്തത്. ഈ വണ്ടിയുടെ വാടകയും പോയി, അവരുടെ പലഹാരവും പോയി. അതന്നെ. എന്തിപ്പോ അങ്ങനെ പറയാൻ കാര്യം എന്താണ്? എനിക്കറിയില്ല എന്റെ അമ്പിളിയെ. ആ ജിലേബി ഇരുന്ന് ഇങ്ങനെ വെട്ടി വിട്ടുങ്ങണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ജിലേബി ഉണ്ടായിനാ മണ്ടൻ. എന്താ ചായ? തങ്കി ചായ എടുക്കടാ. ഇതില് മധുരല്ലോ. അത്ര മധുരമൊക്കെ മതി. മധുരില്ല എന്ന് പറഞ്ഞ എന്റെ ഉള്ള മറുപടിയാണ് ഇപ്പൊ അത്. എന്നാ പിന്നെ നീ അങ്ങോട്ട് ചെന്ന് ഇട്ട് കുടിക്കടാ. ഇതിനൊക്കെ നിങ്ങൾ പറഞ്ഞാ മതി. എന്താ പറയണേ? അമ്മയുടെ ഈ സ്വഭാവത്തിന് അതിന് മര്യാദയ്ക്ക് വളർത്തണം. വളർത്തിയതൊക്കെ മര്യാദയ്ക്ക് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ തല കണ്ടോടത്ത് ഞങ്ങളുടെ അങ്ങനെ ആയത്. ആ പെൺകുച്ചിനെ കണ്ടിട്ട് നിന്റെ അഭിപ്രായം എന്താ? ഉള്ള കാര്യം പറയാല്ലോളിയാ, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ അപ്പുണിക്ക് പറ്റിയ പെൺകുട്ടിയാ. എടാ പങ്കിയേ, എനിക്ക് നല്ല ഇഷ്ടായി. എന്ത് നല്ല സ്വഭാവ. ഞാൻ ചെന്നപ്പോ തൊട്ടേ അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ തന്നെ നടക്കുക. എപ്പോ ചെന്ന ഉടനെ അമ്മയുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നിട്ട് അമ്മയമ്മയെന്നും പറഞ്ഞു വരിക. നീ കണ്ടില്ലല്ലോ, നീ മിണ്ടരുത്. എടാ സത്യം പറഞ്ഞ ഞാൻ കൊതിച്ചു പോയി. അതിന് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് മരുമോളായിട്ട് കൊണ്ടുവരണം. എന്റെ അമ്മ അതിന് കുറച്ച് ഭാഗ്യം കൂടിയും വേണം, യോഗം വേണം. വേണടാ, യോഗം വേണം. എന്റെ വിധി അല്ലാണ്ട് എന്ത്? അമ്മയുടെ വിധി അമ്മയുടെ യോഗം അല്ല പറഞ്ഞത്. അപ്പുണ്ണിക്ക് അതിനുള്ള യോഗം ഇല്ല എന്നാ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് ഇവനേക്കാൾ കൂടുതൽ സൗന്ദര്യം ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ചുറുചുറുക്കും ഉണ്ട്. അതിൽ ഇവന് കോംപ്ലക്സ് ഇളകിയതാ. അങ്ങനെ ഇളകിയതാണെങ്കിൽ അവൻ ഏതെങ്കിലും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണും. അതൊന്നും പറ്റില്ല. അത് പ്രാന്തിന്റെ ഡോക്ടറല്ലേ. എന്റെ അപ്പുണ്ണിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ അമ്മ അത് സൈക്കാട്രി. അപ്പൊ ഇതോ? ഇത് സൈക്കോളജി. ഇതെന്തെങ്കിലും മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് തോന്നലുകൾ ഉണ്ടെങ്കിൽ അത് ഇവരുടെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. എന്നാ അങ്ങനെയാണെങ്കിൽ നീ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണിക്കടാ. അനന്ത, നീ ഒന്ന് പോയിട്ട് അപ്പുണ്ണിയോട് സംസാരിക്ക്. എന്താണ് സംഭവം എന്നൊന്ന് ചോദിച്ചു മനസ്സിലാക്കടാ. എന്റെ അമ്മ ആദ്യം ഇത്തിരി സാവകാശം കൊടുക്ക്. ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. ഇനി ഈ കാര്യം തന്നെ പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് സംസാരിച്ചാല് ഞാൻ പറഞ്ഞോളാം, കുറച്ച് കഴിയട്ടെ. അമ്മയുടെ ഈ ധൃതി കാരണം ഒരു കല്യാണം നടക്കാത്തത്. അതേടാ, എന്റെ തിരക്ക് കാരണമാണ് എല്ലാം. അമ്മയുടെ മൂത്ത മോന് 39 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ക്ഷമിച്ചിരുന്നോളാം. കുടിക്കേ. അതെ, നിനക്ക് മാത്രമുള്ളതല്ല കേട്ടാ, രമണിക്ക് കൂടി ഉള്ളതാ. രമണിയെ, നീ ഇങ്ങനെ നോക്കി നിനക്ക് ഒന്നും കിട്ടില്ല കേട്ടാ. ഇത്തിരി സാമർത്ഥ്യം കാണിക്കണം. അവളെപ്പോഴും അങ്ങനെയാണ്. നിന്റെ കുടിക്കണില്ലേ? നീ ഇല്ലെങ്കിൽ ഞാനെടുത്ത് ആ തെങ്ങ് തടത്തിലേക്കാട്ട് ഒഴുക്കി കിന്നര എന്റെ അടുത്ത് നടക്കൂല. നീ കുടിക്കണി. കുടിക്കേ. എന്താ അത് കുടിക്കാൻ കൊടുത്തിട്ട് നന്ദിരി സാമർത്ഥ്യം കാണിക്കണം. രമണിക്ക് കൊടുക്കാണ്ട് കുടിക്കണ അവള്. അതൊക്കെ പോട്ടെ, പെണ്ണാണാൻ പോയിട്ട് എന്തായി? പൊന്നാണാൻ പോയിട്ട് ഞാൻ അവിടെ പശുവിന് കാടിവെള്ളം കൊടുക്കണം. നീ കാണില്ലേ? അതിനോടൊക്കെ ഏനാന്താ പറയാ വരണേ? കുടിക്കണേ കണ്ട്. ഒരു പെണ്ണ് കാണാൻ പോയപ്പോഴേക്കും ഇത്ര ഗമ. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ ഒന്നും കണ്ണി പിടിക്കൂലായിരിക്കും. അതിന് ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ഈ കല്യാണം കഴിക്കില്ല. അപ്പൊ പെണ്ണ് കാണാൻ പോയി എന്തിനാ പിന്നെ? ഇനി കല്യാണം കഴിക്കുന്നില്ല. അതന്നെ. അതെന്താണ് നിനക്ക് കല്യാണം കഴിച്ചാൽ? കല്യാണം വേണ്ടായിട്ടാണ്. അതെന്താന്നാ ചോദിക്കണതേ? അതിന് കാര്യണ്ടേ? എടാ, ആ കാര്യം എന്താണെന്ന്. ആ കാര്യമൊന്നുമില്ല. അതന്നെ. കാര്യമൊന്നുമില്ല. അപ്പൊ അവിടുന്ന് നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അനന്തേട്ടനൊന്നും പോണ്ടോ? എനിക്ക് കല്യാണം വേണ്ട പറഞ്ഞില്ലേ? അമ്പിളി എട്ടിക്കോളും. അതെ, നിന്റെ മൂഡ് ശരിയില്ല, അതാണ്. എന്റെ മൂഡ് ശരിയാകുമ്പോ ഏട്ടൻ വരാം. അപ്പൊ ഏട്ടനോട് പറയാം കേട്ടോ. ഏട്ടൻ ഇങ്ങോട്ട് വരണ്ട. നിന്റെ മൂഡ് ശരിയാവില്ലേ? ഞാൻ അമ്മയോട് അപ്പോഴും പറഞ്ഞതാണ് ഈ നേരത്തെ ഈ ചക്കൻ്റെ അടുത്തേക്ക് വിടണത്. പറഞ്ഞേക്കില്ലല്ലോ. അമ്മയ്ക്ക് വട്ടാ. ഏട്ടൻ ചെല്ലു. നീ അത് കുടിക്കണ്ടേ? ഡാ പുണ്യേ,
ലേശം പാലുണ്ടാവുമോ? ആർക്കാത്? ആ എസ്റ്റേറ്റിലെ ദാമൂന, റബ്ബർ റോട്ടിന്റെ ദാമൂന. റബ്ബർ വെട്ടണ ആമോനാ? റബ്ബറിന്റെ പാല് കുടിച്ചോളാൻ പറയും. ഇവിടെ പാലൊന്നും ഇല്ല കൊടുക്കാൻ. അല്ല നീ നോക്കിയാണ് നിന്ന് അവിടെ വന്ന് കുടിച്ചോളാം കേട്ടാ. അപ്പുണ്ണിയേട്ടാ ആ ഇങ്ങോട്ട് വന്നേ. എന്തേ വാ എന്തേ? ഇവിടെ ഇരിക്കി. വേണ്ട ഇവിടെ ഇരിക്ക അപ്പുണ്ണിയേട്ടാ. വേണ്ട പറഞ്ഞില്ലേ? ഇരുന്നില്ലെങ്കിൽ ഇനി മേലെ ഞാൻ മിണ്ടില്ല. ആ എന്നാ പറ എന്താ? എന്തുണ്ടായി? കുന്തണ്ടായേ? എന്താ പെണ്ണിന് ഇഷ്ടായില്ലേ? സൗന്ദര്യം ഇല്ലേ? സൗന്ദര്യം കൂടി പോന്റെ നോക്ക്. അപ്പുണ്ണിയേട്ടാ ഇനിയിപ്പോ എന്താ? നല്ലതല്ലേ സൗന്ദര്യമുള്ള ഒരു പെണ്ണുങ്ങോട്ട് വരുന്നത്. എനിക്ക് കല്യാണം വേണ്ട. കല്യാണം ഒന്നും ശരിയാവില്ലേ. എന്താ അപ്പുണ്ണിയേട്ടന്റെ പ്രശ്നം എന്നോട് പറ. എന്നിട്ട് നാട്ടിലൊക്കെ പോയി പറയാനല്ലേ എല്ലാരും അടുത്തും? ഞാനോ? എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പുണ്ണിയേട്ടാ? ഞാൻ വീട്ടിലെന്താ പറയാത്തെന്നറിയോ? ആ പങ്കിയമ്മാവൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി പറയും. ആ പങ്കിയമ്മയോട് പറയണ്ട, എന്നോട് പറ. എന്താ കാര്യം? നീ പറയില്ല? ഈ നന്ദിനിയാണ് സത്യം. മതിയോ? അത് പറയുമ്പോ എനിക്ക് സങ്കടാവും. ആ പെണ്ണിനോട് ചോദിക്കണേ, ഈ കോമാളി വേഷം കെട്ടിയിട്ട് പെണ്ണാണാൻ വരെ അപ്പനേട്ടൻ നാണല്ലേ? അല്ല അവള് പറഞ്ഞാ ശരി. വണ്ണവും ഇല്ല, നീളവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, പേരിനൊരു ഉദ്യോഗവും ഇല്ല, കാണാനും ചുരുക്കില്ല. പിന്നെന്താ? അപ്പുണ്ണിയേട്ടാ ആ പെണ്ണിന്റെ കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? പിന്നെ അല്ലാതെ ഇങ്ങനെയൊക്കെ പറയോ? അപ്പുണ്ണിയേട്ടന് എന്താ ഒരു കുറവ്? അപ്പുണ്ണിയേട്ടൻ നല്ല മിടുക്കനാ. മുടുക്കൻ. അപ്പുണ്ണിയേട്ടൻ നോയിക്കോ. അപ്പുണ്ണിയേട്ടനെ വേണ്ടാന്ന് പറഞ്ഞാൽ കുരുത്തം കെട്ട പെണ്ണില്ലേ, ഏതെങ്കിലും ഒരു അലവലാതിയെ കിട്ടി ജീവിതകാലം മുഴുവൻ കരഞ്ഞു 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 ജീവിക്കും. അതെന്തിനാത്? അതൊന്നും വേണ്ട കുമാരി. അവള് സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവക്കൊരു മോശപ്പെട്ട ഭർത്താവിനെ കിട്ടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അവള് സുഖമായിട്ട് ജീവിച്ചോട്ടെ. എല്ലാരും നന്നായിട്ട് ജീവിക്കട്ടെ. അതെ, ഞാൻ നന്ദിനിക്ക് ഇത്തിരി പുല്ലരിഞ്ഞിട്ട് വരാം കേട്ടോ. മനോഹര, എന്താ പോലാടി? നല്ല നിലാവുള്ള രാത്രിയിൽ തണുത്ത കാറ്റും കൊണ്ട് മുറ്റത്ത് നീ ആകാശത്തേക്ക് നോക്കി കിടന്നിട്ടുണ്ടാ? ഇപ്പൊ പകലല്ലേ? ഇപ്പൊ കിടക്കണ കാര്യമല്ലടാ പറഞ്ഞത്. എന്നെങ്കിലും നീ രാത്രി അങ്ങനെ കിടന്നിട്ടുണ്ടാ? നിലാവുള്ള രാത്രിയിൽ ആ മഞ്ഞ് പെയ്യുന്ന നേരത്ത് വീട്ടിലുള്ള സ്ഥലം ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മ പുറത്ത് കിടക്കുന്നു? നിന്നോടൊക്കെ പറഞ്ഞ് എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടാണ്. പനി വരുന്നോട്ട് ഞാൻ കിടക്കില്ല. മുതലാളി കിടന്നിട്ടാ? ഞാൻ കിടന്നിട്ടുണ്ടാ. ഓ, ഞാനിങ്ങനെ മലർന്ന ആകാശത്തേക്ക് നോക്കി കിടന്നിട്ട് ഇങ്ങനെ നക്ഷത്രങ്ങൾ ഓരോന്ന് എണ്ണി 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 ഇങ്ങനെ കിടക്കും. നക്ഷത്രങ്ങൾ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. നക്ഷത്രം ഉണ്ടപ്പോ മജീദ്ക്ക മുന്നിൽ വന്നാ മുതലാളി എന്ത് ചെയ്യും? ഞാൻ റൊമാൻറ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ മജീദ്ക്കാന്ന് ഓർപ്പിക്കണ എന്തിനാണ്? അല്ല അങ്ങനല്ല, വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വന്നാലും വിദ്യയുണ്ട്. പണ്ട് മരതകം മാസികയിലേ അച്ഛൻ എഴുതിയൊരു പഴയ നോവലുണ്ട്, കാശില്ലാത്തവന് പെണ്ണില്ല എന്നുള്ള പേരിൽ. അതിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കാമുകിയുടെ അച്ഛനെ കാമുകൻ നന്മ കൊണ്ട് നേരിടുന്നൊരു അവസ്ഥയുണ്ട്. ഞാൻ അതുപോലെ അങ്ങോട്ട് നേരിടും മജീദ് ഖാന. നന്മയാ? എന്തേ മുതലാളിക്കാ എന്താടാ നടക്കുന്ന കാര്യം വലുതും പറ. എന്താണ് എനിക്ക് നന്മയില്ലേ? ഉണ്ട്. എടാ നിന്നെ പോലത്തെ ഒരുത്തനെ കൂടെ കൊണ്ടുവന്ന് തീറ്റി പോറ്റണ്ടാ ഞാൻ? അത് നന്മയല്ലേ? അല്ല അങ്ങനെയല്ല മുതലാളി പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത് നീ? മജീദൊക്കെ വന്ന് മുതലാളിയുടെ മുട്ടുകാല് തല്ലി ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് നന്മ, എന്ത് പ്രേമം? മുതലാളി ഉപദേശിക്കാൻ വിചാരിക്കരുത്. ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് ഭേദം രോഗം വരാതെ നോക്കുന്നത് നല്ലത്. മജീദൊക്കെ വന്ന് തലതല്ലി പൊളിക്കും. അതിനു മുമ്പേ നമുക്ക് കണ്ണടച്ച് ഷാഹിലിനെ കൊണ്ട് മറന്നു കളയാം. നമ്മക്ക് മറക്കാന്ന? അല്ല മുതലാളി, നീ ചങ്കയെ കുത്തണ വർത്താനം പറയല്ലേട്ടാ മനോഹര. എന്റെ ഹൃദയം ഇടിക്കണ എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഷാഹിന ഷാഹിന ഷാഹിന, നീ കേട്ടു നോക്ക്. എന്റെ ഹൃദയം ഇടിക്കുന്ന എങ്ങനെ അറിയാം മുതലാളിക്ക്? മജിദ്ക്ക മജിദ്ക്ക മജിദ്ക്ക, ഇത് എപ്പാ തെറിച്ചു പോലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനില്ല. ഒരു ബിസ്ക്കറ്റ് മിണ്ടല്ലേ പങ്കാവനും ചേട്ടനും മണ്ട് ഉപദേശിക്കാനാണ് വിഷയം വിട്ടേക്കട്ടാ. ആ എന്താ മാവ ഈ വഴി? എന്താ ഞങ്ങൾ ഈ ചന്ത വരെ
ഇതിലാവുമ്പോ ഇത്തിരി എളുപ്പമുണ്ടല്ലോ. അമ്മാവന് ഒടുക്കത്തെ വിറ്റാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഉണ്ടായിരിക്കും. സാറിന് ഒഴിവുണ്ടാവോ 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ? സംസാരിച്ചോളൂ. നിന്റെ ഒഴിവാരാടാ ചോദിച്ചു. ഞാൻ അവനോടല്ലേ പറഞ്ഞേ. നീ ഇതിനെ കളയാറായില്ലടാ. അത് ഓഫീസ് തുറക്കുമ്പോ പോയിക്കോളും. എന്താ കാര്യം? എന്താണ് പറയാ? എന്താ? അല്ല അമ്മ പറഞ്ഞോ. അല്ല നീ പറയ്. പറ. എന്താ? അതേ, എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഈ വയസ്സുകാലത്ത് അച്ഛനും അമ്മയും ഇപ്പം കല്യാണം കഴിച്ചത് എന്തിനാണ്? അതിപ്പോ അനന്തേട്ടന്റെ കല്യാണം സമയത്ത് നടക്കാതെ അത് നേരത്തിന് നടക്കാൻ. എടാ, എന്റെ കല്യാണം മാത്രം നടന്നു കാണാനാണോ? നിന്റെ അപ്പുണ്ണിയുടെയും കല്യാണം നടന്നു കാണാനാണ്. എന്റെ കാര്യം വിട്. എന്ത് വിടുന്ന്? അതങ്ങനെ വിടാൻ പറ്റിയ കാര്യമൊന്നല്ല. അത് അവിടെ കിടക്കട്ടെ തൽക്കാലം. ഇപ്പൊ ഇവന്റെ കാര്യം പറയാനാണല്ലോ വന്നത്. അതെ, ഇവൻ കല്യാണം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ. അതേപോലെ അല്ല ഇപ്പൊ നീ കാണിച്ചു വെച്ചിട്ടുള്ള പണി. വല്ല മതത്തിൽപ്പെട്ടൊരു കുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ കുടുംബത്തെ സ്ഥിതി എന്താ? അവിടെ എന്താ ഇവിടുത്തെ പുകല്? എന്ത് തോന്നിയ ദിവസമാണ് അമ്മാവൻ ഈ പറയണ? അമ്മാവനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? അമ്മാവന് ഇത് പറയാൻ കൊള്ളാമോ? അനന്തേട്ട കഴിഞ്ഞ മാസം കവലയിൽ നിന്ന് അമ്മാവൻ പ്രസംഗിച്ച എന്താണെന്നറിയാമോ? മിശ്ര വിവാഹവും പുരോഗമന ചിന്താഗതി. എന്താ മറന്നുപോയാ? അമ്മാവന്റെ ആ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തത്. എന്റെ പൊന്നമ്മാവാ, നിങ്ങൾ എന്തിനാണ് ഈ തലതിരിഞ്ഞ കാര്യങ്ങൾ മുഴുവനും മൈക്കും കെട്ടിയിട്ട് നാട്ടിൽ മുഴുവൻ വിളിച്ച് പറയാൻ നിൽക്കുന്നത്? അത് കേട്ടിട്ടാണ് ഈ പിള്ളേർ തലതിരിഞ്ഞു പോണത്. അതെ, ഇവിടെ ഇപ്പൊ എന്റെ പ്രസംഗമാണോ വിഷയം, അതോ ഇവന്റെ കല്യാണക്കാരിയാണോ? അല്ല, അത് യുവാക്കൾ ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ടേ. ഒരു യുവാക്കള് എടാ, എനിക്ക് പ്രസംഗിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം തരുമ്പോ ഞാൻ അത് വേദി കയറി നിന്ന് സംസാരിക്കണമെന്നല്ലാണ്ട് അതൊക്കെ നമ്മുടെ കുടുംബത്ത് കൊണ്ടുവന്ന് പ്രവർത്തിക്കുക. ഇതിപ്പോ എന്താ കാര്യം എന്നറിയോ? നമ്മൾ പറയണതല്ല അവൻ മനസ്സിലാക്കണത്. നമ്മൾ ഉപ്പാന്ന് പറയുമ്പോ അവൻ അപ്പ്. പിന്നെ പറയാം. അതെ, അച്ഛനിപ്പോ നല്ലൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ അതൊന്ന് പോയി കാണും. നല്ല അസല തറവാട്ടുകാര്, നല്ല ഭംഗിയുള്ള കുട്ടി, ഇഷ്ടം പോലെ കാശും പണം. ഇതൊക്കെ മജീദ് കട എടുത്തുകൊണ്ടല്ല. മജീദ് കട അല്ലാണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞ പെണ്ണിനെ മുതലാളി പോയി കാണട്ടെ. അത് ഇഷ്ടപ്പെട്ട ഷാഹിനെ നമുക്ക് ഒഴിവാക്കാലോ. അതാ ഞാനും പറഞ്ഞത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതാ പറഞ്ഞത്. അത് നീയാ തീരുമാനിക്കണം. അനന്തേട്ടാ, പങ്കിയമ്മ, ഈ കാര്യത്തിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഞാനൊട്ട് മാറേയില്ല. നിങ്ങൾ പോര്. പറഞ്ഞാവാ, മുതലാളിയെ നേരാക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തത്? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, അവനതൊന്നും വിടില്ല. അവൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്. പിന്നെ അവനും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, കല്യാണപ്രായമൊക്കെ ആയല്ലോ. നമ്മളെന്താ കല്യാണ പ്രായം കഴിഞ്ഞിട്ട് തന്നെ നിൽക്കണേ? നമുക്ക് ഇജാതി തോന്നിയ ദിവസം തോന്നിയോ? അച്ഛാ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനെന്ന് പറഞ്ഞു. വേണം നീ ഇവിടെ ഇരിക്കുക. അതെയാ? അവനോട് ഇരിക്കട്ടാ. എന്താ അച്ഛാ? നീ പോയിട്ടേ ഒരു 50 ഷീറ്റ് വെള്ള പേപ്പർ, ഒരു 6 കറുത്ത പേന, പിന്നെ ഒരു 10 ഈ പരിപ്പോട്ടുണ്ടല്ലോ. 15 ആയിക്കോട്ടെ. ഇല്ല, 15 വേണ്ട. വേണ്ട. തികഞ്ഞോളൂ. 10 കൊണ്ട് തികഞ്ഞോളൂ. പിന്നെ ഒരു അതൊന്നും മുരിഞ്ഞതായിരിക്കണം കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ ഒരു കവറ് ഈ മുട്ടുസൂയി. അല്ല, അച്ഛനെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ? അത് പറ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഈ സാധനം മേടിക്കല. ഈ 5 കൂട്ടം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നീ എന്ത് ഇവിടെ കൊണ്ട് കേട്ടത്? നീ പോയി മേടിച്ചിട്ട് നീ പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് വാ. വേഗം വരണേ. 100 പോരാ? മതി അത്. ഞാനെങ്ങനെ പോണ്ടത്? ചെല്ലി പോട്ടോ. നീ എവിടെ ഇരുന്ന്? അച്ഛനെന്താണ് പിന്നെ നോവൽ എഴുതാൻ തീരുമാനിച്ച? കുറെ കാലം വായിലൂടെ എഴുതിയിട്ട്. അല്ല, ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. ഇനി ഈ തുടങ്ങിയ മനസ്സിന് സമാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. നല്ല കാര്യമാണ്. അച്ഛന് സമ്മാനം കിട്ടുമ്പോ വായനക്കാരെ അനുഭവിക്കട്ടെ. ഇല്ല, അപ്പോഴേ നിന്നെ വിളിപ്പിച്ചതേ, എടാ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അനന്തേട്ടനാ? അനന്തനല്ല, നിനക്ക്. ഞാൻ പങ്കിയോട് പറഞ്ഞായിരുന്നല്ലോ, അവൻ എന്നോട് പറഞ്ഞില്ലയോ? അല്ല, പങ്കി അമ്മാവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു അസൗകര്യം അമ്മാവനോട് പറഞ്ഞു. അസൗകര്യം പറയുന്ന കൂടെ കേട്ടാ മതി. കൂടുതലൊന്നും പറയണ്ട. അല്ല, പെട്ടെന്നേ പറയണ്ടാ. ആ പെണ്ണിനെ പെട്ടെന്ന് പോയി കണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഉറപ്പിക്ക് പോയി. സമയം കളാതെ. അല്ല അച്ഛാ, പെട്ടെന്ന് അവരൊക്കെ പറയുന്ന കൂടെ കേട്ടാ മതി.
എല്ലാം പറഞ്ഞ പോലെ. ആ ബുദ്ധിമുട്ടോ? എനിക്കോ? അയ്യോ എന്ത് ബുദ്ധിമുട്ടും? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓ ഞാൻ ഒന്ന് പറഞ്ഞ പിന്നെ അതിൽ മാറ്റമില്ലല്ലോ. ഓ ശരി, ഓക്കെ ഓക്കെ. ഓ ഓ ഓക്കെ. ഷാഹിന, എന്താ പാപ്പ? നാളിൽ വാപ്പ പറഞ്ഞ ആ സൗദിക്കാരൻ്റെ ആലോചന വാപ്പയും ഉറപ്പിച്ചു. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. അവർക്ക് വലിയ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. 15-ാം തീയതി ചെക്കൻ സൗദിക്ക് പോവും. അതിന് മുമ്പ് കെട്ട് കടത്തണം. ദേ നമ്മളെപ്പോലത്തെ കൂട്ടരൊന്നുമല്ല അവർ. 4 തലമുറയ്ക്ക് കഴിയാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ചെക്കനാണെങ്കിലോ മിടുക്കൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അറിഞ്ഞിരിക്കണം. കെട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ സൗദിക്കുണ്ടോ കേട്ടാ. അതിന്റെ വാപ്പ എന്താ വേറൊരു കാര്യം കൂടെ പറയാഞ്ഞേ? എന്ത് കാര്യം? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന്. എന്താണ്? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? ഈ കല്യാണം നടത്തണോ വേണ്ട നീയാണോ തീരുമാനിക്കണേന്ന്? മനസ്സിൽ ആവശ്യമില്ലാത്ത വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് കളഞ്ഞോ. ഇല്ലെങ്കിലല്ല ഈ തൊല്ലാം കൂടെ മണ്ണെണ്ണ കഴിച്ച് കൊടുത്തിട്ട് ഞാൻ കയറി തൂങ്ങും. വാപ്പ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഇഷ്ടമല്ല. കാണണമല്ല, നീ വിചാരിക്കണേണോ നടക്കണം, ഞാൻ വിചാരിക്കണേണോ നടക്കണമെന്ന് കാണണം കേട്ടാ. ഷാഹിന, ആരാത്? ഞാനാ രാജശ്രീ. കേറി വാ രാജശ്രീ. ഇവിടെ ഉള്ള സ്ത്രീയൊക്കെ പോയിട്ട് ഇരിക്കുമ്പോഴാണ് രാജശ്രീ. വാ വാ. എന്താ മജീദക്ക, അവളെ വഴക്ക് പറയായിരുന്നോ? വഴക്കാ? എന്തിന്? അയ്യോ, അങ്ങനെ വഴക്ക് പറയാൻ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തരണ്ടേ? അല്ല, ബഹളമൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം. അയ്യോ, അത് ഈ വീട്ടിൽ എപ്പോഴും വാപ്പയും മോളും അങ്ങനെയാ. അല്ല എന്തേ വന്നേ? ഞാൻ കുടുംബശ്രീയുടെ കാര്യം പറയാൻ വേണ്ടി വന്നയാ. ഓഹോ, കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞോ. അപ്പൊ ഞാൻ അങ്ങോട്ട് നിൽക്കാം. അപ്പൊ മോളെ, വാപ്പ പറഞ്ഞ പോലെ വാപ്പ പറഞ്ഞത് നടക്കൂ കേട്ടോ. വേറെ നടക്കൂലേ? കളഞ്ഞേക്ക്. ശരി. നീ എന്താടി കഴിഞ്ഞ കുടുംബശ്രീ യോഗത്തിന് വരാഞ്ഞേ? അത് വാപ്പ വീട്ടിലെ ചേച്ചി. വാപ്പ വീട്ടില്ലേ? എന്ത് പറ്റി? അത് പിന്നെ വാപ്പയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര പനിയായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത് വേണമെന്ന് ഒരേ നിർബന്ധം, അതാ വിടാഞ്ഞ്. എന്നാ പിന്നെ നിനക്കതൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നു. ഫോൺ വാപ്പയുടെ അല്ലേ ചേച്ചി? വാപ്പയുടെ ആയില്ലോ? എന്താ? ഫോൺ കേടായി പോയി, വാപ്പ നന്നാക്കാൻ കൊടുത്തേക്ക. എന്നിട്ട് കിട്ടിയില്ലേ? കിട്ടണമല്ലോ. അതിരിക്കട്ടെ, കഴിഞ്ഞ യോഗത്തിന് നീ വന്നില്ലായിരുന്നു. ചേച്ചി ഒരു മിനിറ്റ്. എന്തുവാടി? വാപ്പയ്ക്ക് പനിയല്ലേ, വാപ്പ എവിടെ പോയി നോക്കാൻ പോയതാ. ചേച്ചി ഈ ഫോൺ എനിക്ക് എന്തരോ? ഫോൺ എന്തിനാ നിനക്ക്? എൻ്റെ ഒരു കൂട്ടുകാരെ അത്യാവശ്യമായിട്ട് വിളിക്കാനാ. ഓ ശരി. ചേച്ചി ഇരിക്കേ. അല്ല, അച്ഛനീ എഴുതാൻ പോണ നോവലിന് പേര് വല്ലതും കണ്ടിട്ടുണ്ടോ? പേര് ഇതുവരെ ഇട്ടില്ലടാ. ഒരു പേര് കണ്ടുപിടിച്ചിടണം. വഴിയെ പോയ വയ്യാവേലി എന്നിട്ടല്ല. വയ്യാവേലി അത് വേണ്ട. ആരാണ് ഇതിൽ മെയിനായിട്ട്? മെയിനൊരു പ്രായം ചെന്നൊരു സ്ത്രീയാണ്. കുളത്തിൽ വീണ കളത്തിൽ നിന്നിട്ടല്ല. അയ്യ അത് വേണ്ട, കുളത്തിൽ വീണൊന്നും വേണ്ട. ഹലോ, ഞാനാ അമ്പിളി, ഷാഹിന. അമ്പിളിയോ? ഏത് അമ്പിളിയാടി? നമ്മുടെ കേബിൾ ഏറിയ അമ്പിളിയോ? ഹേയ്, ഇതല്ല, ഇതെന്റെ കൂടെ പഠിച്ച കൂട്ടുകാരി അമ്പിളി അശോകൻ. ഓ ഹലോ അമ്പിളി അശോക, ഞാനാ ഷാഹിന. ഇതേത് നമ്പർ? അവിടെ ഇരിക്കടാ, ഞാൻ പറഞ്ഞിരുന്നല്ലെന്ന്. ഒരു കസ്റ്റമറാണ് അച്ഛാ. വിളിക്കുന്ന. ഹലോ, ഇതെന്റെ കൂട്ടുകാരിയുടെ രാജശ്രീ ചേച്ചി. ഞാൻ പറഞ്ഞിട്ടില്ലേ കുടുംബശ്രീയിലുള്ള നല്ല സുന്ദരിയാന്ന്. അതെ, ആ വയറൊന്ന് വിട്ട് കിടപ്പുണ്ടാന്ന് നോക്കോ ടിവിയുടെ പുറകില്. അമ്പിളേശോക, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നേ? നിന്റെ അമ്മ എടുത്തുണ്ടോ? അമ്മ എടുത്തില്ല, അമ്മയുടെ ഭർത്താവ്. അതാണിപ്പോ നല്ല സീരിയല്. ഓ ഓ ഓ ഓ ശരിയാ. ഇവിടെ ഞാനും രാജശ്രീ ചേച്ചിയേ ഉള്ളൂ. വാപ്പ ഇപ്പൊ പുറത്തേക്ക് പോയി. എടി അതില്ലേ, ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നോ സൗദിയിലുള്ള ഒരു ചെക്കൻ്റെ പ്രപ്പോസൽ വന്നെന്ന്? അത് വാപ്പ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ആണോ? ഏകദേശം അടുത്ത 15-ാം തീയതിക്ക് ഉള്ളിൽ ഉണ്ടാവുമെന്നാ പറയുന്നേ. ആണോടി? അതെ, ആ മുകളിൽ വെച്ചേക്കണ ഒരു കറുത്ത ബോക്സ് ഇല്ലേ, കറുത്ത ബോക്സ്, അതൊന്ന് എനിക്ക് വല്ല വെള്ളം കയറിയതാണെന്നൊന്ന് നോക്കൂ.
പിന്നെ അമ്പലേശ്വക ഈ വെള്ളിയാഴ്ച വാപ്പ പള്ളിയിൽ പോകുന്നുണ്ടേ. ഈ വെള്ളിയാഴ്ചയോ? അത് എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നുണ്ട്, പക്ഷെ ഈ വെള്ളിയാഴ്ച 3 മണി വരെ പ്രാർത്ഥനയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, വെള്ളിയാഴ്ച 1:30 ആകുമ്പോ ഞാൻ കോഴിക്കവലയില് വരും. പർദ്ദ ഇട്ടോണ്ടാണ് വരുന്നത്. വെള്ളിയാഴ്ച പർദ്ദ ഇടണമെന്ന് വാപ്പയ്ക്ക് ഒരേ നിർബന്ധ. അപ്പൊ നീയും വരണേ. നീ വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് പോവാൻ. അതെങ്ങനെയാണ് പെട്ടെന്ന് വിളിച്ചിട്ട് വെള്ളിയാഴ്ച സെറ്റ് ബോക്സ് വെക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ഇത് എവിടെയെങ്കിലും അതിനുള്ള സംവിധാനം നോക്കണ്ടേ, എവിടെയെങ്കിലും വെക്കാനുള്ളത്. നീ എന്തി പറയണ? ചെറിയ കാര്യമാണിത്. അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നാളെയോ മറ്റന്നാളോ വന്നിട്ട് ചെറുക്കൻ പെണ്ണ് കണ്ടിട്ട് എന്നെ കൊണ്ട് സൗദിക്ക് പോയാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല, അമ്പലേശ്വരൻ വെള്ളിയാഴ്ച വന്നില്ലെങ്കിൽ ഞാൻ നേരെ അതുവഴി റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുവേ. എന്തുവാടി പറയുന്നേ? എങ്ങാട് പോകാൻ? കബറിലോട്ട്. വേണ്ട വേണ്ട, അവിടെയൊന്നും നമ്മുടെ സിഗ്നൽ ഇല്ല. വെറുതെ ഇല്ല, അത് വേണ്ട, അതാലോചിക്കണ്ട. ഞാൻ വെക്കുവാ. കാര്യം പറഞ്ഞ മനസ്സിലാവത്തില്ല. മണ്ടനോ? മണ്ടി. അമ്പലേശ്വരൻ മണ്ടി. കട്ടാക്കി. അതേ, വെള്ളിയാഴ്ച ഒരു സെറ്റ് ബോക്സ് വെച്ച് കൊടുക്കാനുണ്ട്. എങ്ങനെങ്കിലും വെച്ചു കൊടുക്കടാ. അല്ല, അത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കൂന്നുള്ളൊരു പിടുത്തം കിട്ടണില്ലേ, അതാണ്. അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? അല്ല, എപ്പോഴും കൊടുക്കണ പോലത്തെ ഒരു കണക്ഷൻ അല്ലേ ഇത്. പ്രാർത്ഥന വേണം.